ബലൂൺ ഊതിപ്പൊരിപ്പിച്ച് പൊട്ടിക്കുന്ന ടാസ്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സീസൺ. പക്ഷേ അവസാനം വന്നപ്പോൾ ഇതൊരു നഴ്സറി കുട്ടികൾക്ക് കൊമ്പുണ്ടോ കൊമ്പര കൊമ്പര എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ പറയുന്ന കുറേയധികം കമൻസുകൾ കണ്ടു. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത് ഞാൻ പറയാം. രണ്ടാമത്തെ കാര്യം, അപ്പാനിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പാനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ? അതെന്തിനാണ് ഷാനവാസ് ഭീഷണിപ്പെടുത്തുന്നത്? നമ്മൾ ഈ പറയുന്ന കണക്ക് ബിൻസിയുടെ പേര് വെച്ച് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അപ്പാനി എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഷാനവാസിന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ക്ഷമ ചോദിച്ച് പിന്നാലെ നടക്കുന്നത്? അതെന്തായാലും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെയോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ ആ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം എന്തായാലും പറയുക. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഫുൾ റിവ്യൂ നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കറി ഷോ തന്നെയായിരുന്നു. ഇന്നലത്തെ ചിക്കൻ കറിക്ക് ശേഷം ഇന്ന് മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാം, അതും ഈ പറയുന്ന 1 കിലോ മട്ടൻ കറി എത്ര പേർക്ക് സെർവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് ഇത് കണ്ടത്. മാത്രമല്ല അനുമോളുടെ ആ ഒരു സ്ട്രെങ്ത് കാണിക്കാനും ഈ 2 ദിവസം കൊണ്ട് സാധിച്ചു. അതൊക്കെ ചില്ലറ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അനുമോളെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിൽ കുറേ അധികം പേര് ഒളിച്ചു നിന്ന് പേഴ്സണലായിട്ട് പല ആൾക്കാരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഷാനവാസാണ്. ഷാനവാസ് അക്ബറിനെ കുറിച്ച് ജിസേലിനോട് പറഞ്ഞത്, ഈ ഒരു വിഷയം നടന്നത് അതൊരു രാത്രിയായിരുന്നു. ജിസേലിനോട് പറഞ്ഞത് ജിസേലിനെ അക്ബർ നോക്കിയ നോട്ടം തുടക്കമൊന്നും ശരിയായിരുന്നില്ല എന്ന്. ഇപ്പോൾ ഇതിനെതിരെ ഷാനവാസിനെതിരെ അക്ബറിന്റെ വൈഫ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഷാനവാസിനൊരു വലിയ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു തരക്കേടില്ലാത്ത അത്ര അധികം സ്ട്രെങ്ത് ഉള്ളൊരു ഫാൻസ് നമ്മുടെ ഈ ഷാനവാസിനുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ ഷാനവാസ് അപ്പാനിയെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നത്? ഇപ്പോൾ അപ്പാനിയുടെ ഈ ഒരു 2 ദിവസമായിട്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്നത്തെ ദിവസം അപ്പാനി ഷാനവാസിന്റെ പിന്നാലെ പോയ ഒരു കേസ്, അതായത് ബിൻസിയെ വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് അവിടെ. അതിനകത്ത് ഇത്ര കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും ഇല്ല. ആകെ കൂടി 1-2 ദിവസം മാത്രമാണ് ബിൻസിയുടെ പേര് പറഞ്ഞ അപ്പാനിയെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കളിയാക്കിയത്. അങ്ങനെ കളിയാക്കിയത് പോലും അതിനകത്തൊരു തെറ്റ് തനിക്കില്ല എങ്കിൽ, അതായത് അപ്പാനിയുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഷാനവാസിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു പിന്നാലെ നടത്തം? അതെനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, അനീഷോ അല്ലെങ്കിൽ അനുമോള് പറഞ്ഞപ്പോൾ വരെ നമ്മുടെ അപ്പാനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഷാനവാസിന്റെ അടുത്ത് അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് അപ്പാനി ഇപ്പോൾ പോകാത്തത്? അങ്ങനെ ഒരു കാര്യത്തിൽ മുതിരാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. മേ ബി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ലൈവിൽ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതാണോ എന്നെനിക്ക് അറിയില്ല. അതെവിടെയും ഞാൻ കണ്ടതുമില്ല. പലരും പറയുന്നുണ്ട്, അതായത് ഒരു കമന്റ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ കണ്ടൊരു കമന്റ്, അപ്പാനിക്ക് എന്തൊക്കെയോ എക്സ്ട്രാ മരൈറ്റൽ അഫെയർ എന്നൊക്കെ ഉള്ള രീതിയിലൊരു കമന്റ് ഞാൻ കണ്ടു. അതൊരു കമന്റ് മാത്രമാണ്, ആ വ്യക്തി ടൈപ്പ് ചെയ്ത കമന്റ്. പക്ഷേ അതവിടെ ബിന്നിയോട് പറയുന്ന രീതിയിലാണ് അവരെഴുതിയിരുന്നത്. അത് സത്യമാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ, എന്താണ് ശരിക്കും അപ്പാനി അതുപോലെ ഷാനവാസ് ഇവരുടെ ഇടയിലുള്ള ശരിക്കുമുള്ള പ്രശ്നം? അതായത് ഷാനവാസ് വെറുതെ അപ്പാനിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ ആദിലയെടുത്തും നൂറയെടുത്തും പറഞ്ഞു. അല്ലാതെ ബിൻസിയുടെ പേരിലൊന്നും പറയാനില്ലാത്തതുപോലെയാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. പക്ഷേ അപ്പാനി എന്തിനാണ് പേടിക്കുന്നത്? അപ്പാനിക്ക് അത് പേടിക്കാനുള്ള കാര്യമില്ലല്ലോ. കാരണം തൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അപ്പാനിക്ക് അതും പറഞ്ഞ് ഈ പറഞ്ഞ ഷാനവാസ് ഇങ്ങനെ ചുറ്റിക്കറക്കുമ്പോൾ കിടന്ന് ചുറ്റേണ്ട കാര്യമില്ലല്ലോ. അതൊരു പ്രശ്നം. അതെന്തായാലും എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 പണി എന്ന് പറയുന്നത് ചീറ്റിപ്പോയോ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചീറ്റിപ്പോയി എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. അതായത് ഈ ബലൂൺ ഊതി പെരുപ്പിക്കുന്ന കണക്കുള്ള ടാസ്ക് പോലെ ഇതൊരു അങ്കണവാടി ടാസ്ക് ആയിപ്പോയി, പണിപ്പുരയിലേക്കുള്ള 5 ടാസ്കിൽ ആദ്യത്തെ 2 ടാസ്കും കുട്ടിക്കളിയായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് ആദ്യം തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേക്കാം. നമുക്കിവിടെ പുറത്തിരുന്ന് അവരെന്ത് ചെയ്താലും നോക്കിയിരുന്ന് നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുന്നു, കമൻ്റ് അടിക്കുന്നു. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് അവർക്ക് ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളിനെ പോലും നമ്മൾ വളരെയധികം ജഡ്ജ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ റിവ്യൂസ് ചെയ്യുന്നത്.
പക്ഷേ ഇന്നത്തെ അവരുടെ ഒരു എപ്പിസോഡ് അവർക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു. അവരെല്ലാവരും ആ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ട് എൻജോയ് ചെയ്ത്, കുട്ടികളെ പോലെ തന്നെ അവരെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒരുപാട് ടോർച്ചർ ചെയ്യാൻ പാടില്ലല്ലോ. ഓൾറെഡി ബിഗ് ബോസ് ഈ സീസണിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോർച്ചർ എന്ന് പറയുന്നത് അവർക്കിഷ്ടപ്പെട്ട ഫുഡോ അവർക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പോ ഇതൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ടോർച്ചറായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ബേസിക് നീഡാണ് എല്ലാവരുടെയും. അവർ ഈ രേണുസുതിയൊക്കെ ആണെങ്കിൽ ആ ചോപ്പും മഞ്ഞയ്ക്കകത്തൊന്നും ഇതുവരെ മാറിയില്ല. ബിൻസി എവിക്റ്റ് ആയതുകൊണ്ടാണ് ആ മഞ്ഞയ്ക്കകത്ത് സ്ട്രോബെറിയുള്ള ഒരു ഉടുപ്പ് നമ്മൾ കാണാപ്പാടം പഠിച്ചു. അതുപോലെ ഷാരിക ഇവിടുന്ന് പോയപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ആ വെള്ളയും പച്ചയും തന്നെയാണ് ഇപ്പോഴും ഷാരികയുടെ വസ്ത്രം. പിന്നെയും ബിന്നിയുടെയൊക്കെ ഡ്രസ്സ് കണ്ടാൽ പിന്നെയും നമുക്ക് ഓക്കെ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് ആ എറിച്ച് നിൽക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അനുമോൾക്കും ആകെ കൂടി മാറിയും തിരിഞ്ഞു വിടുന്നത് ഒരു ചെങ്കല്ല് പോലത്തെ ഒരു കളറും പിന്നെ ഒരു ആഷ് കളറുമാണ്. അപ്പാനിയുടെയൊക്കെ കളറും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ട് കണ്ട് നമുക്ക് ആ ഡ്രസ്സൊക്കെ മടുത്തു. പക്ഷേ ഇതൊരു 7ന്റെ പണിയല്ലേ. അതിൽ നിന്ന് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഇതൊന്ന് ചില്ലാക്കാൻ ഈ ഗെയിംസ് നല്ലതാണ്, ഈ ഒരു ടാസ്ക് അവർക്ക് നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. ഇതിൽ കൂടുതൽ ക്രൂരതയൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ടാസ്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മീൻസ് എന്തായാലും 500 പോയിന്റ് വെച്ചുള്ള ടാസ്ക് ആണ് നടന്നത്. മൊത്തത്തിലൊരു 3000 പോയിന്റിന്റെ ടാസ്ക് എന്തോ ആണ്. അപ്പം ബാക്കിയുള്ള 3 ടാസ്കുകൾ എന്തായാലും കടുകട്ടി ആയിരിക്കും എന്നാണ് എനിക്ക് വിശ്വാസം. ഉറപ്പൊന്നുമില്ല, ഞാൻ ബിഗ് ബോസിനെ ആരുമായിട്ടും കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ടാസ്കിനെ കുറിച്ചും ബിഗ് ബോസിന്റെ ഈ സീസണിന്റെ ഹൈപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലതായിട്ടാണ് ഇപ്പോഴും തോന്നുന്നത്. പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ലാലേട്ടൻ മെൻഷൻ ചെയ്യുന്നില്ല. അതിപ്പോൾ അനിമോളുടെയോ ജിസേലിൻ്റെയോ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും. ഇപ്പോൾ അനീഷിൻ്റെ കാര്യമാണെങ്കിലും ബിന്നി ഓവറായിട്ട് അനീഷിൻ്റെ അടുത്ത് ഈ വൃത്തിയുടെ പേര് പറഞ്ഞ് ശല്യം ചെയ്യുന്ന കാര്യമുണ്ട്. അതുപോലെ അനീഷ് കിച്ചൺ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും തുപ്പൽ തെറിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷിനെ മാറ്റി നിർത്തുന്നു. അനീഷ് ബാത്റൂമിൽ കയറുമ്പം ഫ്ലഷ് അടിച്ചോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ആൾ നിൽക്കുന്നു. ഇത്തരത്തിൽ അനീഷിനെ കുറേ പേര് കോർണർ ചെയ്യുന്നുണ്ട്. ലൈവിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് കാണിക്കുന്നൊന്നും ഇല്ല. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അനീഷിന് എന്തുകൊണ്ടാണ് ഈ 4-5 ദിവസം കോണ്ടന്റ് കൊടുക്കാൻ സാധിക്കാത്തത് എന്ന് ബിഗ് ബോസ് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനീഷിനെ അവിടെ നിർത്തി പൊരിച്ചത് കൊണ്ടാണോ? അനീഷിന്റെ തന്നെ കുറച്ച് വീഡിയോസ് ലാലേട്ടൻ കാണിച്ചു കൊടുത്തപ്പോൾ കിട്ടിയതാണോ ആ പണി? ആ പണിപ്പുര ടാസ്കിനകത്ത് അനീഷ് കാണിച്ച പ്രവർത്തികളെ ആ ഒരു വീഡിയോ ക്ലിപ്പ് അനീഷിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചത് കൊണ്ടാണോ അനീഷിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത്? അപ്പോൾ അതോ ഇനി മറ്റേ ഒരു മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസിൽ വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികളെല്ലാം അനീഷ് ഒരു പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ഏതായാലും അനീഷിന്റെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് മിസ്സായതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ചേഞ്ചാണ്. അനീഷ് എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് അനുമോളാണ് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഈ ടാസ്ക് 2 കുട്ടി ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവിടെ തന്നെ ആ ഒരു സരികെ കഴുത എന്ന് പറഞ്ഞത്, പിന്നെ അതുപോലെ ഹൈന ആ ഒരു പേര് പറഞ്ഞത് നമ്മുടെ ആദിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ അവരിങ്ങനെ പറയുന്നത്. പിന്നെ കഴുകൻ എന്നുള്ള പേര് അക്ബറിന് കൊടുത്തത്, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിടുമ്പോൾ അതൊന്നും തമാശയായിട്ട് ഇപ്പോൾ ഈ ഒരു ടാസ്കിന്റെ ആ ഒരു സീനിൽ അവരത് എടുക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് ആ തമാശ അങ്ങ് മാറും. പിന്നെ അവരത് സീരിയസ് ആയിട്ട് നീ എന്നെ അങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ശരി, കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്ന് ബിഗ് ബോസിൽ നടന്നിട്ടുള്ളത്. ഏകദേശം എല്ലാവരും കുറച്ചൊന്ന് തണുത്ത മട്ടാണ്. അത് ബിഗ് ബോസ് തന്നെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് അപ്പാനെയും അഭീനെയും അതുപോലെ അക്ബറിനെയും അനുമോളിനെയും ഒക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ബിഗ് ബോസ് വീട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മേ ബി എല്ലാവരും ഒന്ന് ആ ഒരു വന്ന ആവേശമൊക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്. ആ ആവേശം തിരിച്ചു കൊണ്ടുവരേണ്ടത് ബിഗ് ബോസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരുടെയും ഒക്കെ ഒരു ചുമതലയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി ഷാനവാസ് അപ്പാനി പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ വളരെ മോശമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ട, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഒരു വ്യക്തിയെക്കുറിച്ചും ഉപയോഗിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ഗുഡ് നൈറ്റ്, ബൈ.